ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഇൻസ്റ്റയിൽ കണ്ടവർക്കറിയാം, ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമ്മളെ മസ്താങ്കിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത് റിവ്യൂലാണ്. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഗ്യാരേജ് തുറക്കാം. 1 2 3 ഇതാ കിടക്കുന്നു. കൊള്ളാവോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് ബാക്കി കോയിൻ കിറ്റൊന്നും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ നോക്ക്. ഞാൻ ആദ്യം ഒന്ന് പുറത്തേക്ക് ഇറക്കുക. അല്ല വേണ്ട, ഇവിടെ ഇട്ട് തന്നെ. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ കാറിൻ്റെ പോളി ഇട്ട് തരാം. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? കിടില സൗണ്ടല്ലേ? നമ്മളെ കാറപ്പം ഇതിൻ്റെ സൗണ്ടാണ് ഗൈസ് ഒരു വിഷയം. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. മസ്താങ്ങിനൊക്കെ ഇവർ കൊടുത്തേക്കുന്നൊരു സൗണ്ട് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു റോറ്. ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് പോലും അറിഞ്ഞൂടാ. കാര്യം ഈ കാറിന് അമ്മാതി സൗണ്ടാണ് സ്പീഡിൽ പോകുമ്പോൾ. പിന്നെ താണ്ട നമ്മളെ ഫ്രണ്ടിൽ ജപ്പാൻ അടിച്ചേക്കുന്നുണ്ട, ജപ്പാൻ എഴുതിയേക്കുന്നുണ്ട. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു, കണ്ടവർക്കറിയാം. നല്ല സൗണ്ടാണ് വണ്ടി. നമുക്ക് ഇൻറ്റീരിയർ ഇട്ടിട്ട് അങ്ങ് ഓടിയ ഇതിൻ്റെയൊക്കെ വിഷയമാണ്. ഓ, പെട്രോൾ അടിച്ചില്ല. പെട്രോൾ അടിക്കാതെ പോയിട്ട് പിന്നെ ഞാൻ 4000 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഞാൻ ഡ്രിഫ്റ്റിന് വേണ്ടി ഇറക്കിയൊരു മസ്താങ്കാണ്. പിന്നെ അതാണ്ട് ഒരു പെട്രോൾ. ഇപ്പം തന്നെ ഇതാണ് ബ്ലാക്ക് കളർ എടുത്താലുള്ള കുഴപ്പം. പെട്ടെന്ന് വൈറ്റ് ഈ സ്നോയിൽ കൂടി ഓടിക്കാൻ പെട്ടെന്ന് പിടിക്കും ഒഴുക്ക്. ഇത് നേരത്തെ ഇത് ഒരു മലബാരിയായിരുന്നു. മലബാരിയിൽ അറിയാലോ, ആ ഒരു കാറായിരുന്നു. അപ്പം അത് ഞാൻ മാറ്റിയതാണ്. എനിക്ക് ആ മലബാരി കറക്റ്റല്ല ഞാൻ ചെയ്തത്. ബാക്കിലേക്കൊക്കെ വന്നപ്പോൾ കോയിൻ കിറ്റൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് മലബാരി കാണാനൊരു ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മലബാരി മാറ്റിയതാണ്. എൻ്റെ സൗണ്ട് ഒരു വിഷയമാണ്. സീൻ സൗണ്ട്. കൂടുതലും ഞാൻ ഡ്രിഫ്റ്റിന് ഇറക്കിയ സൗണ്ട് കേൾക്കാം. കിടില സൗണ്ടല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ കാറിന് അമ്മാതി കിടില സൗണ്ട്. എന്തെങ്കിലും
നിങ്ങളൊക്കെ കേൾക്കുവാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറയുന്നത്. എനിക്ക് ഇടില സൗണ്ട്, ഞാൻ വല്ല കാറി പൊളിച്ച് പറയേണ്ടി വരും. ഫോൺ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് എൻ്റെ ഒരു ഹാൻഡിൽ നിന്ന് അത്ര. ഭയങ്കര സൗണ്ടാണ്. നിങ്ങൾ കമൻ്റ് ഇടി, ഇങ്ങനെ സൗണ്ട് വെച്ച് വീഡിയോ എടുക്കണോ അതോ സൗണ്ട് കുറച്ചിട്ടിട്ട് വീഡിയോ മതി? നേരത്തെ ഞാൻ സൗണ്ട് ഇല്ലാതെയല്ലേ എടുത്തോണ്ടിരുന്നു, അതേപോലെ മതിയോന്ന് നിങ്ങൾ കമൻ്റ് ഇടും. ഇപ്പം അത്യാവശ്യം ഓക്കെ ആയി. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ഇതല്ലേ. നമ്മൾ സിറ്റിയിലേക്ക് പോന്നു. ബട്ട് എനിക്ക് വലിയൊരു ഡ്രൈവ് അങ്ങനെയൊന്നും ഞാനിത് നോക്കുന്നില്ല. ഇത് ചെറിയൊരു റിവ്യൂ പോലെ എടുക്കാനാണ് ഞാൻ ഇതെടുത്തതാണ്. ഇതാണ് നമ്മളെ കാറ്. ഇവിടെ പാർക്ക് ചെയ്ത് മര്യാദയ്ക്കിട്ട് കാണിച്ചു തരാം. സ്നോ പിടിച്ച് ഇതാണ് പ്രശ്നം. ഇതുണ്ട് നമ്മളിപ്പം അല്ല, ഇത് ജപ്പാൻ മെയ്ഡ് കാറാണ്. ഞാനിപ്പോൾ ഇറക്കുന്ന എല്ലാ കാറും ജപ്പാനാണ്. എന്നാലും ഞാൻ പറയുന്നത് ഇത് ജപ്പാനിൽ നിന്ന് വന്ന കാറാന്നല്ല, കാരണം ഇതിൻ്റെ നെയിം കണ്ട ജപ്പാൻ. ഞാനൊരു ജപ്പാൻ മോഡിഫൈഡ് അങ്ങനെയാണ് നോക്കുന്നത്. ഉണ്ടോ, പൊളിയല്ലേ. ഇതിന് ഞാൻ വൈറ്റ് കളർ അലോയ് ഇട്ട് നോക്കി, ബട്ട് എനിക്കെന്തോ ഈ ഗോൾഡൻ കളർ, ഗോൾഡല്ല, ഒരു യെല്ലോ കളർ അലോയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല. ഇപ്പോൾ ഒന്നും പറയാനില്ല, കിടില സൗണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ, ഒരു പണിയും ഇല്ലാതിരുന്നപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വെച്ച്. നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർ അത്യാവശ്യം കൊള്ളാവോ എന്ന് നിങ്ങൾ കമൻ്റ് ഇടും. ഈ മസ്താങ്ക് കൊള്ളാവോ അതോ നേരത്തുള്ള മലബാരി അത് തന്നെയാണോ നല്ലതെന്ന് പറ. എന്നെ മലബാരി ഒരു KDM കാറാണ്. ഇപ്പം KDMൻ്റെ ഫുൾ ഫോം അറിയാത്തവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കേരള ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതാണ് KDM എന്ന് പറഞ്ഞാൽ. ഈ കേരളത്തിൽ ഉള്ള കാർസ് നമ്മൾ ഗെയിമിലേക്ക് അതേ ടൈപ്പ് മോഡിഫൈ ചെയ്ത് ഇറക്കുമ്പോഴേക്കും അതൊരു കേരള ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പെടുന്നൊരു കാറാകും. ഓക്കെ, അപ്പം അതാണ് ഈ KDM കാറ്. അപ്പം ഇത് ഈ ഒരു മസ്താങ് KDM കാറായിരുന്നു, ഞാൻ പിന്നെ മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഡ്രിഫ്റ്റ് അടിക്കാൻ അടിപൊളി. ഞാൻ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി എടുക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ വ്യൂ ഇത് വേണ്ട, ഡൈനാമിക് വ്യൂ എടുക്കാം. ഡൈനാമിക്. ഇനി ഇവിടുന്ന് ഡ്രിഫ്റ്റ് അടി അങ്ങ് തുടങ്ങാം. കൊള്ളാമെന്ന് കമന്റ്. ഇതിലും ഡ്രിഫ്റ്റ് അല്ലേ. പൊളിയല്ലേ. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുപോവാം. ഞാനതിനെ ഡ്രിഫ്റ്റ് അടിക്കാം, അപ്പം കുറച്ചുകൂടി കാണാൻ പറ്റും അടുത്ത്. ഇപ്പം എന്ത് ഡ്രിഫ്റ്റ് ആകുന്നില്ലേ? വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് എനിക്കൊന്ന് ചിലപ്പോൾ ഡ്രിഫ്റ്റിൻ്റെ ഇതെന്തോ പോയി കാണുമെന്ന് തോന്നുന്നു. ഇതെന്തോ സെറ്റിങ്സ് എന്തോ മാറിപ്പോയി. ഞാനപ്പോൾ അതൊന്നും ഓക്കെ ഗൈസ്, അപ്പം ഞാനത് സെറ്റിങ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പൊള്ളിയാണ്. ഞാനില്ലേ ഇത്
എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇത് എടുത്തിട്ട് ക്യാമറ പിടിച്ച് വെക്കണ്ടേ, ഞാൻ നേരെ ഈ സ്റ്റോപ്പ് ബട്ടണിൽ പിടിച്ചങ്ങ് വെക്കി. അപ്പോൾ ഇത് പോയി. അപ്പോൾ അത് ഔട്ടർ എടുക്കാൻ പോവാണിപ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും